ഹലോ എവ്രി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പം ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ജീവൻ എന്ന സിനിമയിലൂടെ നമ്മുടെ മുന്നിലെത്തുന്ന പ്രീതി ക്രിസ്റ്റീന പോളാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ജീവൻ റിലീസ് ആവുകയാണ് 13th. അതിന്റെ വിശേഷം അതാണ് ഏറ്റവും വലിയ വിശേഷം. അപ്പോൾ ഈ ജീവൻ എന്ന സിനിമയുടെ ക്യാരക്ടറിനെ പറ്റി പറയാമോ? കായൽ എന്നാണ് ഇതിലെ കഥാപാത്രത്തിൻ്റെ പേര്. ഒരു IT-യിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ഗേൾ, ഹാപ്പി ഗോ, പക്ഷേ ഭയങ്കര ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ ജീവൻ്റെ ഒരു സംഭവം നടക്കുമ്പോൾ ഇതിൽ ഗോ ത്രൂ ചെയ്യുന്ന പ്രശ്നങ്ങൾ, അതാണ് കായലിൻ്റെ ഒരു സ്റ്റോറി. എന്താ ഈ പേര് തന്നെ ഒരു കായൽ എന്ന് പറയുന്ന ഒരു ഈ ക്യാരക്ടർ വന്നപ്പോൾ ആലോചിച്ചായിരുന്നോ എന്തെങ്കിലും ഒരു പേര്? ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ഡെപ്ത് എന്നുള്ളൊരിത്, പക്ഷേ ഒരു സ്ട്രെങ്ത് എന്നുള്ളൊരു പോയിന്റിലൊക്കെയാണ് സാർ എന്നെ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ജീവന് സ്ട്രെങ്ത് എടുക്കുന്ന ഒരാള് എന്നുള്ള രീതിയിലാണ്. ജീവനും സ്ട്രെങ്ത് ആണ്. പിന്നെ അവരുടെ ഫാമിലി ഇങ്ങനെ ആവുമ്പോൾ ഫാമിലീൻ്റെ ലൈക്ക് കിഡിന് സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്നു. ലൈക്ക് ഡസൻറ്റ് മാറ്റർ എന്ത് സംഭവിച്ചാലും ആളുടെ ഗോൾസ്, കുട്ടീനെ നോക്കുന്ന കാര്യത്തിലാണെങ്കിലും അതിൽ ഫോക്കസ്ഡ് ആണ്. അങ്ങനെ. അപ്പം എങ്ങനെയാണ് ഈ സിനിമയിലോട്ട് വരുന്നത്? സിനിച്ചേട്ടൻ ആക്ച്വലി ഫസ്റ്റ് ആയിട്ട് ജീവന്റെ സ്റ്റോറി പറയുന്നത് സിനിച്ചേട്ടനെ അഭിനയിക്കാൻ ഒരു ക്യാരക്ടർ കിട്ടി എന്നുള്ള രീതിയിൽ സ്ക്രിപ്റ്റ് പറഞ്ഞായിരുന്നു. എൻ്റെ ഒരു കോമൺ ഫ്രണ്ട് ത്രൂ ആണ് സിനിച്ചേട്ടൻ എനിക്ക് അറിയാവുന്നത്. അപ്പോൾ ഞങ്ങളുള്ളപ്പോൾ ഒരുമിച്ചുള്ളപ്പോൾ ഈ സ്ക്രിപ്റ്റ് പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഒരു കഥാപാത്രം വന്നു. ഞാനത് കേൾക്കുന്നത് ചേട്ടൻ്റെ വന്നൊരു സ്ക്രിപ്റ്റ് ആയിട്ടാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി സ്റ്റോറി ആണല്ലോ, നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന സിനിച്ചേട്ടൻ്റെ ആദ്യത്തെ അഭിനയിക്കുന്ന പടം. അപ്പം ഞാൻ വെച്ചു അടിപൊളിയായിട്ടുണ്ട് ചേട്ടാ, വെരി നൈസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് വിട്ടു. പിന്നെ കുറേ നാളൊരു 6 months ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ അതിൽ മെയിൻ റോളായിട്ട് ചേട്ടൻ്റെ വൈഫായിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ട്, കായൽ, നീ കഥ കേട്ട് നോക്ക്. ബിക്കോസ് നമ്മളന്ന് കേൾക്കുന്ന ജീവൻ്റെ സ്റ്റോറി ലൈൻ ആണല്ലോ. നമ്മളത് കേട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കായലിൻ്റെ ക്യാരക്ടർ. പിന്നെ എനിക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റി. ബിക്കോസ് ഞാൻ പേഴ്സണലി എനിക്കറിയാവുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഫീമെയിൽസ് ഗോ ത്രൂ ചെയ്യുന്നത് ഞാൻ ഡേ ടു ഡേ ബേസിസ് കണ്ടിട്ടുമുണ്ട്. എനിക്ക് പേഴ്സണലി ആൾക്കാരെ അറിയാം. അപ്പോൾ അത് എനിക്ക് കണക്ട് ചെയ്യാൻ അത്രയും പാടൊന്നും ഉണ്ടായിരുന്നില്ല കായൽ എന്ന് പറഞ്ഞ കഥാപാത്രം. അതുകൊണ്ട് അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ പൊതുവേ പ്രീതി ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ കുറച്ചൊരു തമിഴ് ടച്ച് വരുന്ന ക്യാരക്ടേഴ്സ് അല്ലേ? അപ്പോൾ ഈ മലയാളത്തിലോട്ട് വരുമ്പോൾ എന്താ ഏറ്റവും വലിയൊരു ഡിഫറൻസ് കണ്ടത്? മലയാളത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് കുറച്ചും കൂടി എല്ലാവരും ഫാമിലി പോലെയാണ് എല്ലാ മൂവീസും ചെയ്യുന്നത്. കമ്പയർ ടു മറ്റേത് കുറച്ചും കൂടി പ്രൊഫഷണൽ ലെവലിലാണ്. ബട്ട് സോഫാർ അങ്ങനെ ബിഗ് ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് മെയിൻലി അതായത് ലാംഗ്വേജ് ബാരിയേഴ്സ് എന്തെങ്കിലും തോന്നിയായിരുന്നോ? ആക്ച്വലി ഇല്ല. ബിക്കോസ് എനിക്ക് തമിഴ് ഭയങ്കര ഇഷ്ടമാണ്. തമിഴ് നന്നായി സംസാരിക്കുന്ന ഒരാൾ. എൻ്റെ മമ്മി ജനിച്ചു വളർന്നൊക്കെ വെല്ലൂരിലാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തമിഴ് പറയുമായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ മനസ്സിലാക്കാനോ ഒന്നും ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ നമ്മൾ എപ്പോഴും പറയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ എനിക്ക് തമിഴ് ആക്ച്വലി ഭയങ്കര ഇഷ്ടം. അപ്പോൾ അങ്ങനെ മലയാളവും അതുപോലെ ഫ്ലൂയൻ്റ് ആയതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പ്രീതിയുടെ പിന്നെ ഒരു കാര്യം ഞാൻ അറിഞ്ഞത്, പണ്ട് നമ്മുടെ ഒരുപാട് നല്ല മലയാളം മൂവീസ് ചെയ്തിരുന്ന ഒരു ഡയറക്ടറുടെ മോളും കൂടിയാണ് പോൾ ബാബു എന്ന് പറയുന്ന ഡയറക്ടറുടെ മോള്. അപ്പോൾ ആളുടെ മോൾ എന്ന നിലയിൽ ഇപ്പോൾ ഒബ്വിയസ്ലി സിനിമ കാലം മാറുന്നവരും സിനിമയ്ക്ക് മാറുന്നു. അപ്പം അച്ഛൻ ചെയ്തു വെച്ച കഥാപാത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ അച്ഛൻ ചെയ്ത സിനിമയും പ്രീതി ചെയ്യുന്ന സിനിമയും വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഏജ് ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ജനറേഷൻ ഡിഫറൻസിൽ മെയിനായിട്ട് എന്താണ് പ്രീതി കണ്ടത്? അങ്ങനെ ജനറേഷൻ ഗ്യാപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അന്നത്തെ കാലത്തുള്ള മൂവീസ് നമ്മൾ ഇപ്പോഴും കാണുകയാണെങ്കിൽ കുറേ മൂവീസൊക്കെ ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൂവീസ് പണ്ടത്തെ കാലത്തെ മൂവീസ്. സോ ലൈക്ക് സ്ക്രിപ്റ്റ് ആണ്, ലൈക്ക് നല്ല സ്ക്രിപ്റ്റ് ഉള്ളപ്പോൾ നമ്മൾ ആ മൂവീസ് വീണ്ടും വീണ്ടും കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ ചിലപ്പോൾ പഴയ കാലത്തുള്ള പടങ്ങൾ 80s പടങ്ങളൊക്കെ ഇരുന്ന് റിപ്പീറ്റിൽ കാണും. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ടെക്നിക്കൽ വൈസ് കുറേയൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവും, ഗ്രോ ആയിട്ടുണ്ടാവും. അങ്ങനെ മൂവീസിനെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി മാറിയിട്ടുണ്ടാവും. അവരുടെ കാലത്തു നിന്നും നമ്മുടെ കാലത്തിലേക്കുള്ള അതായിരിക്കും ഡിഫറൻസ്. പിന്നെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഒരു മൂവി ഇപ്പം അച്ഛൻ ചെയ്തു വെച്ചപ്പോൾ കൂടും തേടി എന്ന് പറഞ്ഞ സിനിമയൊക്കെ ആ സമയത്തുള്ള ഓഡിയൻസും ഇപ്പോഴത്തെ സമയത്ത് സിനിമേനും നോക്കിയാണ് ഓഡിയൻസിന് നല്ല ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? ഡെഫിനറ്റ്ലി. ഇപ്പം നമ്മൾ അന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന മൂവീസ് കൈൻഡ് ഓഫ് മൂവീസും നമ്മളിപ്പോഴത്തെ നമ്മുടെ മൂവീസും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതായത് ന്യൂ സ്ക്രിപ്റ്റ്സ്, പുതിയ ആൾക്കാർ. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ലുക്കിംഗ് ഫോർ സ്ക്രിപ്റ്റ്സ്
മനസ്സിലായി. നല്ല സ്ക്രിപ്റ്റ്സ് ആണ്. അപ്പോൾ വലിയ പടത്തിനെക്കാട്ടിലും ആൾക്കാർ നോക്കുന്നത് നല്ല സ്ക്രിപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള മൂവീസ് ആണ്. എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ബിഗ് ഡിഫറൻസ് ആണ്. അന്നത്തെ ഇപ്പൊ പ്രേക്ഷകനും കൂടുതൽ അക്സെപ്റ്റിംഗ് ആണ്. പണ്ട് നമ്മൾ അങ്ങനെയല്ലല്ലോ, ലൈക്ക് മെയിൻ ഹീറോ പടം കാണാൻ പോവാം അങ്ങനെയാണ് പേര്. പക്ഷെ ഇപ്പൊ നമ്മൾ മൂവിയുടെ പേര് ത്രൂ ആണ് അറിയപ്പെടുന്നത് കൂടുതൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ബിഗ് ഡിഫറൻസ് ആണ് ഇപ്പോഴത്തെ, എസ്പെഷ്യലി റൈറ്റ് നൗ മലയാളം ഇൻഡസ്ട്രി ഈസ് ഇൻ സച്ച് എ ഗുഡ് സ്റ്റേജ്. അപ്പോൾ ഐ തിങ്ക് ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്.